ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിഷൻ 7 എല്ലാ പ്രേക്ഷകർക്കും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയ പ്രേക്ഷകരെ, ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ചിന്തിക്കാനുള്ളത് യേശുവിനോടൊത്ത് നഷ്ടപ്പെട്ടവരുടെ രക്ഷയ്ക്കായി പ്രാർത്ഥിക്കുക. അതിനാധാരമായി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 12-ാമത്തെ വാക്യം ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: ഇതാ ഞാൻ വേഗം വരുന്നു, ഓരോരുത്തൻ അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം കൊടുപ്പാൻ പ്രതിഫലം എൻ്റെ പക്കലുണ്ട്. ബഹുമാനമുള്ള പ്രേക്ഷകരെ, കർത്താവ് യേശുക്രിസ്തു കാൽവരി ക്രൂശിൽ തന്റെ വിലയേറിയ രക്തം ചൊരിഞ്ഞ് വീണ്ടെടുത്ത സമൂഹമാണ് ഭൂമിയിലെ സകല മാനവരാജി. അതിൽ കർത്താവിനെ ശരിക്കറിയാനും മനസ്സിലാക്കുവാൻ, എൻ്റെ സ്നേഹം, അവന്റെ കൃപ, അവന്റെ സമാധാനം മനസ്സിലാക്കുവാൻ ഇടവന്ന രക്ഷിക്കപ്പെട്ട പ്രിയപ്പെട്ടവരോട് ഈ പ്രഭാതത്തിൽ ക്രൂശിൽ കാണിച്ച ദൈവത്തിന്റെ സ്നേഹം അത് വലിയ സ്നേഹമായിരുന്നു മനസ്സിലാക്കുവാൻ കഴിയും. ആ സ്നേഹം നാം മറ്റുള്ളവരോട് പങ്കുവെക്കണം. ഇതിലേക്ക് തിരുവചനം പഠിക്കുമ്പോൾ രക്ഷയുടെ അനുഭവത്തിലേക്ക് വന്ന് എല്ലാവർക്കും രക്ഷയുടെ പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളാൽ നൽകപ്പെട്ടിരിക്കുന്ന വിവിധങ്ങളായ താലന്തുകളെ കുറിച്ച് ബൈബിൾ രേഖപ്പെടുത്തുന്നു. ഞങ്ങളെ വീക്ഷിക്കുന്ന നിങ്ങളിൽ എത്ര പേർ, നിങ്ങൾക്ക് എന്തൊക്കെ താലന്താണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? പഠിപ്പിക്കുവാനാണോ, പാടുവാനാണോ, പ്രാർത്ഥിക്കുവാനാണോ, അതോ മറ്റുള്ളവർക്ക് വേണ്ടി സേവനം ചെയ്യുവാനാണോ? ദൈവത്തിന് മഹത്വം. ഈ പ്രഭാതത്തിൽ ലോകത്ത് പ്രാർത്ഥന, നന്മയ്ക്ക് വേണ്ടി, രക്ഷയ്ക്ക് വേണ്ടി, ദൈവസ്നേഹത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകളെ നമുക്ക് കാണുവാൻ കഴിയും. അവരെല്ലാവരും ഒരു സ്നേഹത്തിനായി, ദൈവിക സ്നേഹത്തിനായി, ദൈവിക സന്തോഷത്തിനായി, സമാധാനത്തിനായി കാത്തിരിക്കുന്ന വലിയൊരു സമൂഹമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ കർത്താവായ യേശുക്രിസ്തു, നമ്മുടെ സ്വർഗീയ യജമാനൻ, തന്റെ വരവിന് മുന്നോടിയായി കർത്താവിന് വേണ്ടി ഒരു വലിയൊരു സമൂഹത്തെ ഒരുക്കിയെടുക്കുന്ന വലിയൊരു പ്രവർത്തന പഥത്തിലാണ് വിശ്വാസ സമൂഹം മുഴുവനും വീക്ഷിക്കുന്ന നിങ്ങളും. ആ കർത്തവ്യബോധം നമ്മൾ നന്നായി മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു കൂട്ടം വിശുദ്ധന്മാരെ ഒരുക്കുവാൻ, ഈ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈനംദിനം പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. കാരണം ഈ ലോകത്തിലെ സകല മാനവരാശിക്കും വേണ്ടി തന്റെ ജീവനെ നൽകിയ കർത്താവ് യേശുക്രിസ്തു അനേകരെ കർത്താവിന്റെ രക്ഷയിലേക്ക് ആകർഷിക്കുവാൻ കഴിയുന്ന വിധം നാം കർത്താവ് യേശുക്രിസ്തുവിന്റെ പാത പിന്തുടർന്ന് ജീവിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ആ സ്വർഗീയ യജമാനന്റെ സ്വർഗാരോഹണത്തിന് മുമ്പ് ഇങ്ങനെ പറഞ്ഞു: ഞാൻ ഉയർത്തപ്പെട്ടാൽ അനേകര് എന്നിലേക്ക് ആകർഷിക്കപ്പെടും എന്ന് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞു. അതുകൊണ്ട് അർത്ഥമാക്കുന്നതോ, ഇന്ന് കർത്താവ് യേശുക്രിസ്തു ദൈവത്തിന്റെ സന്നിധിയിൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുമ്പോ, പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമ്പോ, ദൈവമക്കളായിരിക്കുന്ന നമ്മൾ ആ ഒരു വലിയ ദൗത്യം ഈ ഭൂമിയിൽ ഏറ്റെടുത്ത് ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന് മഹത്വം. ആ വേലയ്ക്ക് വേണ്ടി നാം ദൈനംതോറും പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. ദൈവത്തിന് മഹത്വം. ആ സ്വർഗത്തിലേക്ക് പോയ കർത്താവ് യേശുക്രിസ്തു പിതാവിങ്കിൽ നിന്ന് നല്ല ദാനങ്ങളെ ഭൂമിയിലെ സകല ഭക്തന്മാർക്കും വാങ്ങി നൽകിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ കഴിയും. അതിനാണ് താലന്ത് എന്ന് പറയുന്നത്. അത് ശരിയായ രീതിയിൽ, ശരിയായ അർത്ഥത്തിൽ മറ്റുള്ളവർക്ക് വേണ്ടി, മറ്റുള്ളവരുടെ മാനസാന്തരത്തിന് വേണ്ടി വിനിയോഗിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്ന് പറഞ്ഞാൽ ദൈവരാജ്യം അന്വേഷിക്കുന്ന എല്ലാ മനുഷ്യരെയും ആ ദൈവിക രാജ്യത്തിലേക്ക്, ദൈവിക സ്നേഹത്തിൽ അടുപ്പിക്കുവാൻ ഈ താലന്തിന് കഴിയും. താലന്തുകളോടൊപ്പം തന്നെ നാം താലന്തുകൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കപ്പെടുമ്പോൾ അതിനുവേണ്ടി നന്നായി പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. എന്നാൽ അനേകർ ഈ ടാലന്റ് ഉണ്ടായിട്ട് പോലും അത് വിനിയോഗിക്കുവാൻ കഴിയാതെ അത് നഷ്ടപ്പെടുത്തി കളയുന്ന അനേക സമൂഹങ്ങളെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്നാൽ ഈ കാലഘട്ടത്തിൽ ആ നഷ്ടപ്പെട്ടു പോയതിനെയൊക്കെ ടാലന്റുകളൊക്കെ വീട്ടെടുത്തുകൊണ്ട്
കർത്താവിന്റെ വരവിന് വേണ്ടി ഒരു സമൂഹത്തെ ഒരുക്കേണ്ട ഒരു വലിയ പന്താവിൽ നിൽക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ കാലഘട്ടത്തിൽ ശരിയായി ദൈവിക സേവനത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണെന്ന് ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമുക്ക് കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ സ്വർഗീയ നല്ല ദൈവമേ, കർത്താവിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ കർത്താവേ, അങ്ങ് സ്വർഗത്തിലേക്ക് പോയി നമുക്ക് ആവശ്യമായ താലന്തുകളെ അങ്ങയിലേക്ക് അനേകരെ ആകർഷിക്കപ്പെടുവാൻ തക്ക രീതിയിൽ ഞങ്ങൾക്ക് നൽകും എന്നരുളി ചെയ്തതുപോലെ ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന താലന്തുകൾ നന്നായി വിനിയോഗിക്കപ്പെടുവാൻ ദൈവം സഹായിക്കണമേ. ഞങ്ങളെ അതിനായി ശക്തീകരിക്കണമേ. ഞങ്ങളെ വീക്ഷിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങളെയും അതിനായി ഒരുക്കണമേ. കർത്താവിന്റെ തിരുകൃപ അങ്ങ് വരുവോളം കൂടെ ഇരിക്കണം. യേശു ക്രിസ്തുവിന്റെ മഹത്വമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.